അതെ, സ്ഥിരമായി വീട്ടിൽ പാല് വാങ്ങുന്നവരാണെങ്കിൽ എങ്ങനെ നമുക്ക് വീട്ടിൽ ശുദ്ധമായ നെയ്യ് ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് മെനക്കെട്ടാൽ നമുക്ക് ശുദ്ധമായ നെയ്യ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം ഞങ്ങളുടെ വീട്ടിൽ 1 ലിറ്റർ പാലാണ് വാങ്ങുന്നത്. അത് വൈകുന്നേരമാണ് വാങ്ങുന്നത്. അപ്പോൾ വൈകുന്നേരം കൊണ്ടുവന്ന് അവിടെ ചായ വെച്ചതിന് ശേഷമുള്ള പാല് ഞാൻ കാച്ചി വെക്കും. എന്നിട്ട് രാത്രിയാകുമ്പോൾ, അതായത് തണുത്ത് കഴിയുമ്പോൾ ഞാൻ എടുത്ത് ഫ്രിഡ്ജ് വെക്കും. രാവിലെ ആകുമ്പോൾ ഇതുപോലെ കട്ടയായിട്ട് നെയ്യ് ഇങ്ങനെ മുകളിലുണ്ടാവും. അത് ഞാൻ ഇതുപോലെ ഒരു ബോട്ടിലോട്ട് എടുത്ത് മാറ്റി വെക്കും. ഒരു ബോട്ടിൽ നിറയാൻ 4 ദിവസം മതി കേട്ടോ. ഇതുപോലെ 2 ബോട്ടിൽ നിറഞ്ഞു കഴിയുമ്പോഴാണ് ഞാനെടുത്ത് അത് ഉരുക്കുന്നത്. അത് ഉരുക്കുന്നത് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ഇങ്ങനെ കറക്കിയെടുക്കും. അന്നേരം അത് കട്ടയായിട്ട് വരും. ഞാനിത് കൈ കൊണ്ട് എടുക്കുന്നത് എന്നാന്ന് വിചാരിച്ചാൽ നമ്മൾ പാലിൽ നിന്ന് ഡയറക്റ്റ് അല്ലേ അങ്ങോട്ട് എടുത്ത് വെക്കുന്നത്. അപ്പോൾ കുറച്ച് പാലൊക്കെ അതിനകത്ത് വീഴും. സ്പൂണും കൊണ്ട് എടുക്കുകയോ ഡയറക്റ്റ് കമത്തുകയോ ചെയ്താൽ ആ പാല് മുഴുവൻ ഇതിനകത്തോട്ട് വീഴും. അല്ലെങ്കിലും കുറച്ച് വേസ്റ്റ്, പാലിൻ്റെ വേസ്റ്റ് ഉണ്ടാവും. അത് പിന്നെ ഉരുക്കുമ്പോൾ പോവും. എന്നിട്ട് അത് ഞാൻ മിക്സിയിലൊന്ന് അടിച്ചെടുക്കും. മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം ഒരുപാടൊന്നുമില്ല, ജസ്റ്റ് 2 കറക്ക് കറങ്ങുമ്പോഴത്തേനും അത് നല്ല കട്ടയായിട്ട് വരും. കണ്ടോ, ഇതുപോലെ വരും. എന്നിട്ട് അതിന് ശേഷമാണ് ഞാനിത് ഒരു ചീനച്ചട്ടിയിലോട്ട് വെച്ച് ഉരുക്കിയെടുക്കുന്നത് കേട്ടോ. അത് പിന്നെ ഞാൻ ഇച്ചിരി വലിപ്പമുള്ള ചീനച്ചട്ടി എടുക്കാം, കാരണം ഇത് ഇച്ചിരി കൂടുതലുണ്ട്. അതുകൊണ്ട് വലിപ്പമായിട്ട് ചീനച്ചട്ടി എടുക്കുന്നത്. ഈ ചീനച്ചട്ടി എടുക്കുന്നതിന് ഒരു കാര്യമുണ്ട് കേട്ടോ, അത് ഞാൻ ലാസ്റ്റ് പറയാവേ. അപ്പോൾ അതങ്ങനെ എടുത്ത് കഴിയുമ്പോൾ കുറച്ച് വേസ്റ്റ് അതിൻ്റെ അടിയിലുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ തൈര് കലക്കി വെണ്ണ എടുക്കുന്ന പോലെ അല്ലല്ലോ, നമ്മൾ പാലിൽ നിന്ന് എടുത്ത് അങ്ങനെ തന്നെ വെക്കുന്നതുകൊണ്ട് ഇതിനെന്തായാലും വേസ്റ്റാണ്. അത് നല്ലപോലെ മൂത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നെയ്യ് വാങ്ങി വെച്ചാൽ മതി. അതായത് അതിൻ്റെ അടിയിൽ ഉള്ള വേസ്റ്റ് അത് നല്ലപോലെ മൂത്ത് ചുമന്ന കളറിൽ വരുമ്പോഴാണ് ശരിക്കും നെയ്യാകുക. ഉണ്ടോ, ഇതുപോലെ ഇരിക്കും. അപ്പം നെയ്യ് നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിയുമ്പോഴാണ് ഞാൻ ബോട്ടിലോട്ട് ഒഴിച്ച് വെക്കുന്നത്. ഞാൻ ഈ പാത്രം എടുക്കാൻ കാരണം ഇതിൻ്റെ പിടി പോയ സ്ഥലത്ത് ചെറിയൊരു ദ്വാരമുണ്ട്. അപ്പോൾ അതിലൂടെ എനിക്ക് നെയ്യ് ഈസിയായിട്ട് ഒഴിച്ചെടുക്കാം. ചോർപ്പ് എടുക്കുന്നതിലും ഭേദം ഈസിയായിട്ട് ഒഴിച്ചെടുക്കാം. ഇങ്ങനത്തെ ചെറിയ കുപ്പികൾ അതിനാണ് ഇതെടുത്തത് കേട്ടോ. അപ്പം കണ്ടോ, ഇത്രയും നെയ്യ് ഇന്നൊരു ദിവസം കൊണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ചെയ്തെടുക്കാം.